പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ എല്ലാവരെയും ഉറക്കം കെടുത്തിയിരുന്ന SIR വന്നിരുന്നത്. SIR ഉറക്കം കെടുത്താൻ കാരണം അത് ഈ രാജ്യത്ത് ഒരു വിഭാഗത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട്, ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആസൂത്രിത ശ്രമമാണ് BJP സർക്കാർ, NDA സർക്കാർ അവരുടെ മുസ്ലിം വിരോധം കൊണ്ട് ചെയ്യുന്നതാണ് എന്നാണ് പറഞ്ഞു പരത്തിയത്. അതായത് മുസ്ലിങ്ങളിൽ ഒരു ആശങ്ക പടർത്താൻ വേണ്ടിയിട്ടാണ് SIR ആ വിഷയം ഉണ്ടായത്. അത് പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ BJPക്ക് അത്തരത്തിലുള്ള ഒരു അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി. ഉണ്ട്. അതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ഡലങ്ങളിൽ 140 മണ്ഡലങ്ങളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തത്. മൈനോറിറ്റി മോർച്ച എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാഞ്ഞിട്ടല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ജയിക്കില്ല എന്നൊരു സ്ഥാനത്ത് മാത്രം, മലപ്പുറത്ത് മാത്രം ഒരു സ്ഥാനാർത്ഥി, ഇന്ത്യ ഒട്ടാകെ NDA സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ ഒരു സ്ഥാനാർത്ഥി മാത്രം മുസ്ലിം നിർത്തിയത്. അതായത് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ ജയിക്കില്ല എന്നും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാലേ തങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ എന്ന ഒരു രീതി BJPക്ക് ഉണ്ട്. അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. നേരെ മറിച്ച് ഭരണത്തിൽ മുസ്ലിം വിരുദ്ധതയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. യാതൊരുവിധ വർഗ ഭേദമൊന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഒരുപോലെ അർഹതയുള്ള രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ സുരക്ഷിതത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഗീയത പറഞ്ഞാലേ പറ്റൂ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പുറങ്കാലിന് അടിച്ചേ പറ്റൂ എന്നുള്ളൊരു നിലപാട് അവർക്കുണ്ട്. അത് വാസ്തവം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, മറ്റൊരു വിഷയമാണ്. ഏതായാലും SIRനെ സംബന്ധിച്ചിടത്തോളം SIRൽ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാരിനെ വഴിമുടക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഡിഫറെന്റ് ആംഗിൾസ് ഞാനിന്ന് സംസാരിച്ചത്, നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് റേഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിരൽ വെക്കുന്നുണ്ട്. ഒരു മൊബൈൽ കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിരൽ വെക്കുന്നുണ്ട്. അങ്ങനെ സകല കാര്യങ്ങൾക്കും നമ്മൾ ആധാർ ലിങ്ക് ചെയ്യാണ്. ആധാർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരു വിരലടയാളം ഒരാൾക്ക് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ, എവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാലും. അപ്പൊ ഈ SIR പരിഷ്കാരം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊല്ലം കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പുറത്താക്കാനോ അല്ലെങ്കിൽ അകത്താക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനോ പീഡിപ്പിക്കാനോ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പേരുദോഷമൊന്നും കേൾപ്പിക്കേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളെ നമുക്ക് എളുപ്പത്തിൽ നേരിടാൻ ഒരു മാർഗമുണ്ട്. നമുക്ക് ഈ SIR വോട്ട് ഇലക്ഷൻ കമ്മീഷനിൽ വോട്ട് ചെയ്യുന്നത് ആധാർ അധിഷ്ഠിതമാക്കാം, അല്ലെങ്കിൽ ബയോമെട്രിക്സ് അധിഷ്ഠിതമാക്കാം എന്ന്. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടാകും. ഇത് ചോദിക്കാൻ കാരണം, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരെയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം 1 മാസം കാത്തിരുന്നിട്ടാണ് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. ഈ 1 മാസ കാലാവധി എന്തിനാണ് ഇലക്ഷൻ റിസൾട്ട്? ആരെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പൊ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ കോൺഗ്രസ് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഈ മെഷീൻ ഉപയോഗിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ മെഷീൻ ഉപയോഗിക്കുന്നത് തട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. എനിക്കും സംശയമുണ്ട്, സത്യമാകാൻ സാധ്യതയുമുണ്ട്. കാരണം എല്ലാ ഇലക്ട്രോണിക്സാ. അതിന് ഡാറ്റയുമായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഡാറ്റകൾ എഴുതി കൂട്ടിവെക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു മണ്ഡലത്തിൽ എത്ര വോട്ടുകൾ ഉണ്ട് എന്ന് എല്ലാവരുടെ കയ്യിലും അതിന്റെ ഡാറ്റ ഉണ്ട്. അതിലൊരു ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ട് വിജയസാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറിക്കാൻ ഇവർക്ക് ഈസി ആയിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം, രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നില്ല കേട്ടോ, ഇവിടുത്തെ CPMനും അതുപോലെ കോൺഗ്രസിനും, ഈ പറയുന്ന കോൺഗ്രസിനും ഒക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്ന് കരുതേണ്ടി വരികയാണ്. കാരണം അവർക്കൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്നിടത്ത് കളി നടത്തുന്നുണ്ടാവും. ഒരാളെ മണ്ടയിൽ മാത്രം വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സത്യത്തിൽ ഇത് മാറ്റണം. ഇവിടെ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് സുതാര്യമാകണമെന്നുണ്ടെങ്കിൽ ആധാറിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആധാറിലേക്ക് കൊണ്ടുവന്നാൽ ഈ ഇടയ്ക്കിടയ്ക്കുള്ള SIR ഒക്കെ അവിടെ പോകും. ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ, ഒരു 1, 2, 3 വയസ്സ് കഴിയുമ്പോൾ ആധാർ എടുക്കുമല്ലോ. ആ ആധാർ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അക്ഷയ പോയി അപ്ഡേറ്റ് ചെയ്താൽ മതി. കൃത്യം 18 വയസ്സ് കഴിയുമ്പോൾ, ആ 18 വയസ്സ് കഴിയുന്ന സമയത്ത് ആ ആധാറിൽ ഏതാണോ അഡ്രസ്സ് ഉണ്ടാകുക, ആ അഡ്രസ്സ് എവിടെയാണോ, ഏത് പോളിംഗ് മണ്ഡലത്തിലാണോ ഉണ്ടാകുക, ആ മണ്ഡലത്തിൽ ഏത് പോളിംഗ് ബൂത്തിലാണോ വരിക, ആ പോളിംഗ് ബൂത്തിൽ ഒരു വോട്ടറായി അങ്ങോട്ട് മാറിയാൽ പോരെ. ഓട്ടോമാറ്റിക് ഒരു എന്താ പറയാ, ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല, ഒരു SIRന്റെ ആവശ്യമില്ല, ഒരു വോട്ട് ചേർക്കലിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇനി ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് അവരുടെ ആധാർ നമ്പർ കൊടുത്തിട്ട് ആൾ മരിച്ചു എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ വോട്ടർ ലിസ്റ്റിൽ നിന്ന് അവർ നീക്കം ചെയ്യും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷന്റെ കാര്യങ്ങളൊന്നും വേണ്ട. വളരെ സുതാര്യമായ വോട്ടെടുപ്പ് നടക്കും. അങ്ങേപ്പുറത്ത് ബാലറ്റ് ആണെങ്കിൽ സുഖം, ആ ബാലറ്റ് എടുത്തിട്ട് കുത്തി മടക്കി അങ്ങോട്ട് ഇടട്ടെ. പഴയ സിസ്റ്റം തന്നെ മതി, ഈ മെഷീൻ വേണ്ട. അപ്പോൾ കള്ള വോട്ട് ഉണ്ടാവില്ല, ശരിയായ തെരഞ്ഞെടുപ്പ് വരും.
വോട്ടെണ്ണുന്ന സ്ഥലത്ത് എല്ലാ പ്രതിനിധികളെയും ഒന്ന് ഉൾപ്പെടുത്തിയാൽ മതി. ഇനി രണ്ടാമത്തെ എണ്ണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എണ്ണേണ്ടി വരും. പഴയതുപോലെ 2-3 ദിവസം എടുക്കും റിസൾട്ട് വരാൻ. സാരമില്ല. ഇന്ത്യ മുഴുവൻ ഭരിക്കാവുന്ന അല്ലെങ്കിൽ കേരളം മുഴുവൻ ഭരിക്കേണ്ടുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഭരണ സംവിധാനത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അതിനൊരു 2-3 ദിവസം സമയം എടുത്താലും വേണ്ടില്ല, ഒരു കുഴപ്പമില്ല. ഇരുന്നങ്ങോട്ട് എണ്ണി കണ്ടെത്തിയാൽ മതി, അതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ ഈ സിസ്റ്റം ശരിയല്ല. ഈ 1 മാസം തന്നെ നീട്ടിവെക്കുന്നത് എന്തൊക്കെ ഡീല് പിന്നാമ്പുറത്ത് ഊട്ടി ഉറപ്പിക്കാനാണെന്ന് ആര് കണ്ടു? ഈ VVPAT-ഉം ഈ വോട്ടിംഗ് മെഷീനും ഒക്കെ തട്ടിപ്പാണ് എന്ന് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അത് തന്നെ പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം ഇതിന്റെ ആവശ്യമില്ല. ഇന്നത്തെ ഈ കാലത്ത് എന്തും ഹാക്ക് ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇവിടെ നടക്കുന്നത്. ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾക്ക് യാതൊരു വിലയും ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരോ മറ്റുള്ളവരോ കാണിക്കുന്നില്ല. ഇനി ഇത് വേണമെന്ന് ആരെങ്കിലും കോടതി പോകാന്ന് വെച്ചാലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മജിസ്ട്രേറ്റ് കോടതി നമുക്ക് പ്രാപ്യമാണ്, ചെന്ന് കൊടുത്തിട്ട് കേസും കൊടുത്തിട്ട് നിൽക്കാം. പക്ഷെ അവർ അതിന് നേരെ കഴിഞ്ഞിട്ട് സെഷൻ കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ അത് സുപ്രീം കോടതി, ഇങ്ങനെ പോകും. സുപ്രീം കോടതിയിൽ ഒരു കേസും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചെലവുണ്ടാവും? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ആ സുപ്രീം കോടതിന്റെ പടി കയറണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന വക്കീലില്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മളുവിന് വക്കീലായിരിക്കണം. അപ്പോൾ ഇവിടെ ജനാധിപത്യം പുലരാൻ, ജനങ്ങൾക്ക് വേണ്ടി നീതിന്യായ വ്യവസ്ഥകൾക്ക് പോലും സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. പേരിന് 1947 ഓഗസ്റ്റ് 14 രാത്രി 12 മണിക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജനാധിപത്യം ഇതുവരെ വന്നിട്ടില്ല. ജനാധിപത്യം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് 2 കാര്യങ്ങളെങ്കിലും വരണം. ഒന്ന്, അവരെ തമ്പ് വെച്ച് വോട്ട് ചെയ്യാൻ പറ്റണം. 2, ആ വോട്ട് ബാലറ്റിലാകണം, എണ്ണി കൊണ്ടുവരാൻ കഴിയണം. അപ്പോൾ ബേസിക് ആയിട്ട് പറ്റിയെന്ന് കരുതാം. മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നവർ, അതായത് കസേരയിൽ കയറി കുത്തിയിരിക്കുന്നവർ, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ജനങ്ങളുടെ പ്രതിനിധിയാണ് എന്നൊരു ബോധം അവർക്ക് വേണം. ആ ബോധത്തോട് പെരുമാറാൻ പറ്റണം. ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ, ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന, കടക്ക് പുറത്ത് എന്ന് പറയുന്ന സാക്ഷ്യതയുള്ള മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ അതുപോലെയുള്ള ബാക്കിയുള്ളവരാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയുള്ള ജനപ്രതിനിധികളെ നമുക്ക് എന്തിന്? ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത് വിടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ചെന്ന് ക്യൂ നിന്ന് ഒരു ദിവസം ജോലിയും കളഞ്ഞിട്ട് ചെന്ന് നിന്ന് വോട്ട് ചെയ്യാനായിട്ട് കാത്തിക്കുന്നത്? ശരിയല്ല. ഈ നിലപാടുകൾ മാറണം. പൂർണ്ണമായും ജനാധിപത്യം ഇവിടെ പുലരണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നടക്കാതെ പറ്റില്ല. അതിന്റെ ആദ്യത്തെ ഘട്ടം, നമ്മുടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തുന്നു, അത് പുറത്തേക്ക് അതിന്റെ എണ്ണം അനുസരിച്ച് തന്നെ ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അത് ഉറപ്പുവരുത്താൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഏതോ ആയിക്കോട്ടെ, അതിനെയൊക്കെ മറികടന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആവശ്യപ്പെടണം. സർക്കാരിനോട് ആവശ്യപ്പെടണം, കോടതിയോട് ആവശ്യപ്പെടണം, കോടതിയെ സമീപിക്കണം. അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ ഒന്ന് മുന്നിട്ടിറങ്ങണം. അങ്ങനെ വരുമ്പോൾ ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ്, ജനാധിപത്യ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കാൻ ഇവിടെ പറ്റുന്ന ഒരു വികല മോഹം മാത്രമാണ്. ഈ സമീപഭാവിയിൽ നടക്കൂല. ഇത് കേൾക്കുമ്പോൾ എന്നെ തെറി വിളിക്കാനും കളിയാക്കാനും ഒക്കെ ആളുണ്ടാവും. പക്ഷെ ഏത് വലിയ കാര്യം ഏതെങ്കിലും ഒരു പൊട്ടന്റെ, ഒരു മന്ദബുദ്ധിയുടെ തലയിൽ നിന്നാണ് ഉദിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ തലയിലേക്ക് ഇട്ട് തരുന്നതാണ്. ജനങ്ങളൊന്ന് ഒരുമിച്ച് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പും ഈ വെട്ടിപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റി, ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാനൊക്കെ ചിലപ്പോൾ നമുക്ക് പറ്റുമെന്നാണ് തോന്നുന്നത്. ഒന്ന് ശ്രമിച്ചൂടെ? ആരെങ്കിലും ഒന്ന് ഇറങ്ങി കൂടെ ഞാനും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ നിഷ്പക്ഷമതികളായിട്ടുള്ള, അടിമകളല്ലാത്ത കുറെ ആൾക്കാർ അതിന്റെ പിന്നാലെ ഉണ്ടാകും. സുതാര്യമായ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടി ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഏത് കോടതിയിലും പോയി നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിന് പറ്റുന്ന ആൾക്ക് സുപ്രീം കോടതിയിലും ഉണ്ട്, ഇവിടെ ഹൈക്കോടതിയിലും ഉണ്ട്, ഈ താഴെ മജിസ്ട്രേറ്റ് കോടതിയിലുണ്ട്. പക്ഷെ അവർക്കൊക്കെ പിന്തുണ കൊടുക്കാൻ സാധാരണക്കാരായ ജനങ്ങൾ, ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. Different angles. Don't forget to subscribe and support this channel.